ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് NIOSൻ്റെ ക്ലാസ് 10, അതായത് സെക്കൻഡറി ലെവലിനകത്ത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ, 12th ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ വീവേഴ്സ് എന്ന് പറയുന്ന സരോജിനി നായിഡു എഴുതിയ 3 സ്റ്റാൻസാസ് മാത്രമുള്ള ഒരു ചെറിയ പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോമിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ പോയറ്റ്, അതായത് സരോജിനി നായിഡുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ സരോജിനി നായിഡു ഷി വാസ് ബോൺ ഇൻ ഹൈദരാബാദിലെ ഒരു ബംഗാളി ഫാമിലിയിലാണ് സരോജിനി നായിഡുവിൻ്റെ ജനനം. അത് 1879 ഫെബ്രുവരി 13 അതുപോലെ തന്നെ സരോജിനി നായിഡുവിൻ്റെ മരണം എന്ന് പറയുന്നത് 1949 മാർച്ച് 2 സംഭവിച്ചത്. പിന്നെ ഇന്ന് സരോജിനി നായിഡു ജനിച്ച സ്ഥലം ഇന്ന് തെലങ്കാനയിലാണ് വരുന്നത്. അപ്പോൾ സരോജിനി നായിഡു പലർക്കും അറിയാമായിരിക്കും, ഷി വാസ് ആൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. അപ്പോൾ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പൊയറ്റായിരുന്നു, റൈറ്ററായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ട്രഗിളിൽ, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫിഗറും കൂടിയായിരുന്നു. മാത്രമല്ല സരോജിനി നായിഡുവിനെ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അതായത് ഇന്ത്യയുടെ രാപ്പാടി എന്നാണ് സരോജിനി നായിഡുവിനെ വിളിക്കപ്പെട്ടിരുന്നത്. അതിന് കാരണം സരോജിനി നായിഡുവിൻ്റെ കവിതകളിലുള്ള ഭാവാത്മകത, അല്ലെങ്കിൽ അതിലെ ലിറിസിറ്റിയും പിന്നെ സംഗീതാത്മകതയും ഒക്കെ കൊണ്ടാണ് അങ്ങനൊരു വിളിപ്പേര് സരോജിനി നായിഡുവിന് വന്നു ചേർന്നത്. പിന്നെ സരോജിനി നായിഡുവിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും പിന്നീട് ലണ്ടനിലെ കിങ്സ് കോളേജിലും കേംബ്രിഡ്ജിലെ ഗേർട്ടൺ കോളേജിലുമൊക്കെയായിരുന്നു സരോജിനി നായിഡുവിൻ്റെ വിദ്യാഭ്യാസം നടന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഈ കവിത, അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വീവേഴ്സ് എന്ന് പറയുന്ന കവിത 1905 പബ്ലിഷ് ചെയ്യപ്പെട്ട ദ ഗോൾഡൻ ത്രെഷോൾഡ് എന്ന് പറയുന്ന സരോജിനി നായിഡുവിൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം. ഈ കവിതയ്ക്ക് 3 സ്റ്റാൻസാസ് ആണുള്ളത്. അപ്പോൾ ഈ കവിത തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ കോഴ്സ് മെറ്റീരിയലിൽ ഇതിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം. അപ്പോൾ 12th ചാപ്റ്റർ ഇന്ത്യൻ വീവേഴ്സ് ബൈ സരോജിനി നായിഡു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു നോട്ടിസ്ഡ് ദാറ്റ് പീപ്പിൾ വെയർ ക്ലോത്ത്സ് ഓഫ് വേരീഡ് കളേഴ്സ് ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പല പല അവസരങ്ങളിലും ആൾക്കാർ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ദീസ് വേരിയേഷൻസ് ഇൻ കളേഴ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചേഴ്സ് ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. അതായത് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലുമുള്ള വസ്ത്രങ്ങളെന്ന് പറയുന്നത് ആൾക്കാർ പല പല അവസരങ്ങളിലും പല കൾച്ചേഴ്സിലും പല സംസ്കാരങ്ങളിലും പല പല മതപരമായിട്ടുള്ള ഡിഫറൻസും അനുസരിച്ചിട്ടാണ് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ആൾക്കാർ ധരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിന്ദു ബ്രൈഡ്സ് ഇൻ നോർത്ത് ഇന്ത്യ വെയർ റെഡ് ക്ലോത്ത്സ്. ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു ബ്രൈഡ്സ് ചുമന്ന വസ്ത്രങ്ങളും, വേറാസ് ഇൻ കേരള ദേ വെയർ വൈറ്റ് ക്ലോത്ത്സ്. എന്നാൽ കേരളത്തിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കുന്നത്. ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഓൾസോ വെയർ വൈറ്റ് ക്ലോത്ത്സ്. അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ മന്ത്രകോടിയുടെ നിറം വെള്ളയാണ്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ബ്രൈഡൽ വേഷവും വെള്ള നിറത്തിലാണ്. ലെറ്റ്സ് നൗ റീഡ് എ പോം ബൈ സരോജിനി നായിഡു. ഇനി നമുക്ക് സരോജിനി നായിഡുവിൻ്റെ ഈ കവിതയിലേക്ക് വരാം. അപ്പോൾ കവിതയ്ക്ക് മുന്നേ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് വായിക്കാം. After completing this lesson, you will be able to express your feelings and emotions effectively. Recognize and value diversity in cultures. അതായത് ഈ കവിത വായിക്കുന്നതിലൂടെ നമ്മൾക്ക് വന്നു ചേരുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് എക്സ്പ്രസ് യുവർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇഫക്റ്റീവ്ലി.
ഒരു കവിത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉപാധിയാണ് കവിത. പിന്നെ മാത്രമല്ല പലതരത്തിലുള്ള കൾച്ചേഴ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സംസ്കാരങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവയെ തിരിച്ചറിയാനുള്ള കഴിവ്, പിന്നെ ആൻഡ് വാല്യൂ ഡൈവേഴ്സിറ്റി, ആ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ആ ഒരു പലതരത്തിലുള്ള ആ ഡിഫറൻസ് നമുക്ക് അതിനൊരു വില കൊടുക്കാനും ഈ കവിത വഴി സാധിക്കുന്നു. എൻജോയ് ദ റിതം ഓഫ് ദ പോം. റിതം എന്ന് പറഞ്ഞാൽ താളം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കവിതയുടെ താളം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് ഡിസ്കവർ ദ സ്പെഷ്യൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ പോയട്രി. കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തത് യൂസ് കമ്പാരിസൺസ് ഫോർ ഇഫക്റ്റീവ് റൈറ്റിംഗ്. നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ളൊരു റൈറ്റിംഗ് അതിലെങ്ങനെ കമ്പാരിസൺസ് ഉപയോഗിക്കണം, അങ്ങനെ അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തത് ഐഡൻറ്റിഫൈ ദ യൂസ് ഓഫ് വേർഡ്സ് ടു ക്രിയേറ്റ് വിഷ്വൽ ഇമേജസ്. അപ്പോൾ വാക്കുകൾ ഉപയോഗിച്ച് വിഷ്വൽ ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വരി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ചില ബിംബങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിനെയാണ് വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമേജറി എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കവിതയിലേക്ക് വരികയാണ്. അപ്പോൾ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വീവേഴ്സ് വീവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ, വൈ ഡു യു വീവ് ഗാർമെൻറ്റ് സോ ഗേ, ബ്ലൂ ആസ് ദ വിങ് ഓഫ് എ ഹാൽസിയോൺ വൈൽഡ്, വി വീവ് ദ റോബ്സ് ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ്. രണ്ടാമത്തെ സ്റ്റാൻസ, വീവേഴ്സ് വീവിങ് അറ്റ് fall of night, why do you weave a garment so bright, like the plumes of a peacock, purple and green, we weave the marriage wheels of a queen. മൂന്നാമത്തെ സ്റ്റാൻസ, weavers weaving solemn and still, what do you weave in the moonlight chill, white as a feather and white as a cloud, we weave a dead man's funeral shroud. അപ്പോൾ കവിത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ്, വീവേഴ്സ് വീവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ. അപ്പോൾ സരോജിനി നായിഡു ഇവിടെ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? നെയ്ത്തുകാരെ പറ്റിയിട്ടാണ് പറയുന്നത്. വീവേഴ്സ്, WEAVERS, വീവേഴ്സ് എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരെന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം പല ഭാഗത്തും നെയ്ത്തുകാരുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിലും ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ധാരാളം നെയ്ത്തുകാരുടെ തെരുവുകൾ തന്നെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. അപ്പോൾ വീവേഴ്സ് വീവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ, അതായത് നെയ്ത്തുകാർ. ഈ നെയ്ത്തുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും അവർ നെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഈ ട്രഡീഷണൽ വീവിങ്, അതായത് ഈ സാധാരണ കൈകൊണ്ടാണ് അവർ നെയ്യുന്നത്, വലിയ മെഷീൻസ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ള കൈകൊണ്ട് നെയ്യുന്ന നെയ്ത്തുകാരെ പറ്റിയിട്ടാണ് ഈ കവിത. അപ്പോൾ അവരത് കൈകൊണ്ട് ആ ഊടും പാവും, അതായത് നെറുകയും കുറുകയും ഉള്ള നൂലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് തടിയിൽ ഉണ്ടാക്കിയ ഒരു തറി അല്ലെങ്കിൽ ലൂം എന്ന് പറയുന്ന ഒരു ഹാൻഡ് മെയ്ഡ് മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ നെയ്യുന്നത്. അപ്പോൾ അവർക്കിത് കണ്ടിന്യൂസ്, അതായത് ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും അത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ വസ്ത്രം റെഡിയായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഫുൾ ഡേ, മിക്കവാറും ഒരു ദിവസം ഫുൾ ഡേ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ട്രഡീഷണൽ നെയ്ത്തുകാർ എന്ന് പറയുന്നത്. അപ്പോൾ സരോജിനി നായിഡു ചോദിക്കുകയാണ്, വീവേഴ്സ് വീവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ, അതായത് അതിരാവിലെ ബ്രേക്ക് ഓഫ് ഡേ, നേരം പുലരുന്ന സമയത്ത് അവരിരുന്ന് നെയ്യുകയാണ്. വൈ ഡു യു വീവ് എ ഗാർമെൻറ്റ് സോ ഗേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മനോഹരമായ ഒരു വസ്ത്രം നെയ്യുന്നത്? GAY ഗേ എന്നുള്ള വാക്കിന് ഇവിടെ വളരെ ബ്രൈറ്റായ, തിളക്കമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയാണ് അർത്ഥം. വൈ ഡു യു വീവ് എ ഗാർമെൻറ്റ് സോ ഗേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഭംഗിയുള്ള ഒരു വസ്ത്രം നെയ്യുന്നത്?
ബ്ലൂ ആസ് ദ വിങ് ഓഫ് ഹാൽസിയോൺ വൈൽഡ്. അപ്പോൾ ഈ വസ്ത്രം ഏതുപോലെയാണ്? ബ്ലൂ ആസ് ദ വിങ് ഓഫ് എ ഹാൽസിയോൺ വൈൽഡ്. HALCYON. ഹാൽസിയോൺ എന്ന് പറഞ്ഞാൽ നീലപ്പൊന്മാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു നീലപ്പൊന്മാൻ്റെ ചിറക് പോലെ നീല നിറത്തിലുള്ള ഈ വസ്ത്രം എന്തിനാണ് നിങ്ങൾ നെയ്യുന്നത് എന്നാണ് ചോദ്യം. അവസാനത്തെ വരി, വി വീവ് ദ റോബ്സ് ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പോൾ വീവേഴ്സ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന പോലെയാണ് ഈ കവിത വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ എന്താണ് നെയ്യുന്നത്? വി വീവ്, ഞങ്ങൾ നെയ്യുന്നു. ദ റോബ്സ്, ROBES, റോബ് എന്ന് പറഞ്ഞാൽ നീണ്ട വസ്ത്രത്തിനെയാണ് റോബ് എന്ന് പറയുന്നത്. അതായത് ലൂസായ നീണ്ട വസ്ത്രത്തിനെയാണ് റോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നെയ്യുന്നത് എന്താണ്? വി വീവ് ദ റോബ്സ് ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ്. അതായത് ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വസ്ത്രമാണ് ഞങ്ങൾ നെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാം വീവേഴ്സ് പറയുന്നത് ന്യൂ ബോൺ ചൈൽഡിൻ്റെ വസ്ത്രം നെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ 3 സ്റ്റാൻസയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തെയും രണ്ടാമത്തെ സ്റ്റാൻസ നടുവിലുള്ള കാലഘട്ടം അതായത് യൗവന കാലഘട്ടത്തെയും ലാസ്റ്റ് സ്റ്റാൻസ മരണത്തോടടുക്കുന്ന അല്ലെങ്കിൽ മരണത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ 3 സ്റ്റേജുകളാണ് ഈ 3 സ്റ്റാൻസകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. അപ്പോൾ സരോജിനി നായിഡു ചോദിക്കുകയാണ്, വീവേഴ്സ് വീവിങ് അറ്റ് ഫോൾ ഓഫ് നൈറ്റ്, അതായത് രാത്രി വീഴുന്ന സമയത്ത്, ഇരുട്ട് വീഴുന്ന സമയത്ത് അവരിരുന്ന് നെയ്യുകയാണ്. വൈ ഡു യു വീവ് എ ഗാർമെൻറ്റ് സോ ബ്രൈറ്റ്, അതായത് ഇരുട്ട് വീഴുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു സന്ധ്യാസമയമാണ്. അപ്പോൾ കവി ചോദിക്കുകയാണ്, വൈ ഡു യു വീവ് എ ഗാർമെൻറ്റ് സോ ബ്രൈറ്റ്, ഇത്ര ബ്രൈറ്റായിട്ട് അല്ലെങ്കിൽ ഇത്ര തിളക്കത്തോടു കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വസ്ത്രം നെയ്യുന്നത്? ലൈക്ക് ദ പ്ലൂംസ് ഓഫ് എ പീകോക്ക്, പേർപ്പിൾ ആൻഡ് ഗ്രീൻ. അപ്പോൾ സരോജിനി നായിഡു ചോദിക്കുകയാണ് ഏതുപോലെയാണ് ഈ വസ്ത്രം? ലൈക്ക് ദ പ്ലൂംസ്, PLUMES, പ്ലൂംസ് എന്ന് പറഞ്ഞാൽ തൂവലുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ലൈക്ക് ദ പ്ലൂംസ് ഓഫ് എ പീകോക്ക്, ഒരു മയിലിൻ്റെ തൂവലുകൾ പോലെ. പേർപ്പിൾ ആൻഡ് ഗ്രീൻ, പേർപ്പിൾ എന്ന് പറഞ്ഞാൽ മയിൽപ്പീലിയുടെ നിറമാണ്, ആ ഒരു വയലറ്റ് കളറാണ് പേർപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പേർപ്പിൾ നിറത്തിലും പച്ച നിറത്തിലും ഗ്രീൻ നിറത്തിലുമുള്ള ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു വസ്ത്രം നിങ്ങൾ എന്തുകൊണ്ടാണ് നെയ്യുന്നത്? അപ്പോൾ ലാസ്റ്റ് ലൈൻ പതിവ് പോലെ വീവേഴ്സിൻ്റെ റിപ്ലൈ ആണ്. അപ്പോൾ വീവേഴ്സ് പറയുകയാണ്, വി വീവ് ദ മാരേജ് വെയിൽസ് ഓഫ് എ ക്വീൻ. ഞങ്ങൾ നെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ഒരു രാജ്ഞിയുടെ മാരേജ് വീൽസ്, വിവാഹ വസ്ത്രമാണ് ഞങ്ങൾ നെയ്യുന്നത്. VEILS, വീൽ എന്ന് പറഞ്ഞാൽ മുഖപടം എന്നാണ് അർത്ഥം. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള വധുക്കൾ മുഖപടം മാരേജിന് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പച്ചയും നീലയും ഇടകലർന്ന മനോഹരമായ തിളക്കമുള്ള വധുവിൻ്റെ മുഖപടമാണ് ഞങ്ങൾ നെയ്യുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ വീവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് വരാം. Weavers weaving solemn and still, what do you weave in the moonlight chill? അപ്പോൾ കവി ചോദിക്കുകയാണ്, വീവേഴ്സ് നെയ്ത്തുകാരെ, വീവിങ് സോളം ആൻഡ് സ്റ്റിൽ, SOLEMN, സോളം എന്ന് പറഞ്ഞാൽ ഗാംഭീര്യത്തോടുകൂടി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ വളരെ ഗാംഭീര്യത്തോടുകൂടിയും സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നിശ്ചലമായും ഇരുന്ന് നെയ്യുന്നത് എന്താണ്? വാട്ട് ഡു യു വീവ് ഇൻ ദ മൂൺലൈറ്റ് ചിൽ? അപ്പോൾ ഈ നിലാവുള്ള ഈ ഒരു സമയത്ത്, ചിൽ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള, നിലാവും തണുപ്പുമുള്ള ഈ സമയത്ത് നിങ്ങൾ എന്താണ് നെയ്യുന്നത്? വൈറ്റ് ആസ് എ ഫെദർ ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ്. അപ്പോൾ കവി ചോദിക്കുകയാണ്, വൈറ്റ് ആസ് എ ഫെദർ, ഒരു തൂവല് പോലെ വെളുത്തത്, ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ്, മേഘം പോലെ വെളുത്തതും ആയിട്ടുള്ള വസ്ത്രമാണ് നിങ്ങൾ നെയ്യുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ പതിവ് പോലെ വീവേഴ്സിൻ്റെ റിപ്ലൈ ഇതാണ്, വി വീവ് എ ഡെഡ് മാൻസ് ഫ്യൂണറൽ ഷ്രൗഡ്. ഞങ്ങൾ നെയ്യുന്നത് എന്താണ്? ഞങ്ങൾ മരിച്ചുപോയ ആളുടെ ഫ്യൂണറൽ, അതായത് ആ ഒരു മരണാനന്തര വേളയിൽ പുതയ്ക്കുന്ന ആ ഒരു വസ്ത്രം. അപ്പോൾ ഷ്രൗഡ്, SHROUD, ഷ്രൗഡ് എന്ന് പറഞ്ഞാൽ
ഇവിടെ ശവവസ്ത്രം എന്നാണ് അർത്ഥം. അതായത് ശവത്തിനെ മൂടി വെക്കുന്ന ആ ഒരു വെള്ള വസ്ത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതായത് ഈ രാത്രിയിൽ, ഈ തണുത്ത നിലാവുള്ള തണുത്ത രാത്രിയിൽ നെയ്ത്തുകാർ ഇരുന്ന് നെയ്യുന്നത് മരിച്ചുപോയ ആളിൻ്റെ ശവവസ്ത്രമാണ് നെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ കവിത അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ആദ്യത്തെ സ്റ്റാൻസയിൽ ജനനം, അതായത് ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തെയും, രണ്ടാമത്തെ സ്റ്റാൻസയിൽ ജീവിതത്തിൻ്റെ നടുവിലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ യൗവന കാലഘട്ടത്തെയും, മൂന്നാമത്തെ സ്റ്റാൻസയിൽ മരണവുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയിലുള്ള പോയറ്റിക് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കവിതയെ മനോഹരമാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ വരി, അതായത് ആദ്യത്തെ സ്റ്റാൻസയിൽ മൂന്നാമത്തെ വരി ബ്ലൂ ആസ് ദ വിങ് ഓഫ് ഹാൽസിയോൺ വൈൽഡ്, അതായത് നീലപ്പൊന്മാൻ്റെ ചിറക് പോലെ നീല നിറം എന്ന് പറയുന്നിടത്ത് വന്നിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. SIMILE, സിമിലി. അതായത് ഒന്ന് മറ്റൊന്നിനെ പോലെ എന്ന് പറയുമ്പോഴാണ് സിമിലി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് വരുന്നത്. അപ്പോൾ ഈ സിമിലി ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വാക്കുകൾ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് അലിട്രേഷൻ ആണ് വരുന്നത്. ALLITERATION. അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻ്റ് സൗണ്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആദ്യത്തെ വരിയിൽ തന്നെ വീവേഴ്സ്, വീവിങ് എന്ന് പറയുമ്പോൾ വ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. വ് എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അപ്പോൾ അവിടെ അലിട്രേഷൻ ആണ് വരുന്നത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ വരിയിൽ വൈ ഡു യു വീവ്, അപ്പോൾ വീണ്ടും വ് ശബ്ദം. അപ്പോൾ ഈ കവിതയിൽ മുഴുനീളെ വ് ശബ്ദം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണെന്നും പറയാം, അതുപോലെ അലിട്രേഷൻ ആണെന്നും പറയാം. പിന്നെ അടുത്തത് വീവിങ് അറ്റ് ദ ബ്രേക്ക് ഓഫ് ഡേ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് ഡേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചൈൽഡ്ഹുഡിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ശൈശവകാലത്തെയാണ് ബ്രേക്ക് ഓഫ് ഡേ എന്ന് പറഞ്ഞൊരു ഹിഡൻ മീനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മെറ്റഫർ ഉണ്ടെന്ന് പറയാം. മെറ്റഫർ, METAPHOR. അപ്പോൾ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മറ്റൊന്നാണ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് മെറ്റഫർ. അതായത് ഇവിടെ ബ്രേക്ക് ഓഫ് ഡേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ശൈശവ കാലഘട്ടത്തെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം അതിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ മെറ്റഫർ ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തത് ഈ അലിട്രേഷൻ തന്നെ പല ഭാഗത്തും വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് രണ്ടാമത്തെ സ്റ്റാൻസയിൽ മൂന്നാമത്തെ വരി നോക്കുകയാണെങ്കിൽ പ്ലൂംസ് ഓഫ് എ പീകോക്ക് പേർപ്പിൾ എന്ന് പറയുന്നു. അപ്പോൾ പ് എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും അലിട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് സിമിലിയും അലിട്രേഷനും പിന്നെ മെറ്റഫറുമാണ് ഈ ഒരു പോയത്തിൽ പോയറ്റിക് ഡിവൈസസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ റൈമിംഗ് സ്കീമിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ ഓരോ വരിയിലെയും ലാസ്റ്റ് വേർഡ്, അതായത് എൻഡ് ചെയ്യുന്ന വേർഡിൻ്റെ ശബ്ദങ്ങൾ തമ്മിലുള്ള സാമ്യത്തിനെയാണ് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയിലെ അവസാനത്തെ വേർഡ് ഡേയും രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വേർഡ് ഗേയുമാണ്. അപ്പോൾ ഡേ, ഗേ രണ്ട് ശബ്ദവും റൈം ചെയ്യുന്നുണ്ട്, അതായത് രണ്ട് ശബ്ദവും തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ ഡേ, ഗേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വൈൽഡ്, ചൈൽഡ്. അപ്പോൾ അത് രണ്ടും സാമ്യമുള്ള ശബ്ദങ്ങളാണ്. അതായത് വൈൽഡും ചൈൽഡും റൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൈം സ്കീം വരുന്നത്, അപ്പോൾ റൈം സ്കീം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി പറയാം. സാമ്യമുള്ള ആദ്യത്തെ ശബ്ദത്തിനെയും രണ്ടാമത്തെ ശബ്ദത്തിനെയും നമുക്ക് സ്മോൾ ലെറ്ററിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഡേക്ക് നമുക്ക് സ്മോൾ ലെറ്റർ എ കൊടുക്കാം,
ഗേക്കും നമുക്ക് സ്മോൾ ലെറ്റർ എ കൊടുക്കാം. അതുപോലെ വൈൽഡിനും ചൈൽഡിനും, അതായത് വൈൽഡും ചൈൽഡും വേറെ ശബ്ദമാണല്ലോ, അപ്പം നമുക്ക് ബി കൊടുക്കാം. അപ്പോൾ എ എ ബി ബി അങ്ങനെയാണ് അതിൻ്റെ റൈം സ്കീം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റൈം സ്കീം എ എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് ഇങ്ങനെയാണ് ഇതിൻ്റെ റൈം സ്കീം വരുന്നത്. ഇനി ഈ കവിതയെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മീറ്ററാണ്. അപ്പോൾ മിക്കവാറും കവിതകളിലും മീറ്റർ ഉണ്ടാവും. മീറ്റർ എന്ന് പറഞ്ഞാൽ METER, മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ താളത്തിനെയാണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താളക്രമത്തിന് പല പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകാം. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ അയാംബിക് ടെട്രാമീറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നും കൂടി പറയാം, അയാംബിക് ടെട്രാമീറ്റർ ആണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്റർ. അതായത് അതെങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ ഒരു വരിയെ സിലബിളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദാംശത്തിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. ശബ്ദാംശം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് ഡിഫൈൻ എന്നൊരു വേർഡ്, അതിനകത്ത് 2 സിലബിളുകളുണ്ട്. അതായത് ഡിഫൈൻ 2 സിലബിൾ. ഇപ്പോൾ ആപ്പിൾ, ആപ്പിൾ 2 സിലബിൾ. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ശബ്ദത്തിൻ്റെ കൂട്ടത്തിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് 2 സിലബിളുകൾ ചേർന്നതാണ് ഒരു പാദം അല്ലെങ്കിൽ ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാംബിക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിലബിളിന് സ്ട്രെസ് ഇല്ലാത്തതും രണ്ടാമത്തെ സിലബിളിന് സ്ട്രെസ് ഉള്ളതും, വീണ്ടും അടുത്ത സിലബിൾ സ്ട്രെസ് ഇല്ല, അടുത്ത സിലബിൾ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടുപ്പിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള 4 പെയർ ഓഫ് സിലബിൾസ് ഒരു വരിയിൽ വരും. അതിനെയാണ് ടെട്രാമീറ്റർ എന്ന് പറയുന്നത്. ടെട്ര എന്ന് പറഞ്ഞാൽ 4, അതായത് 8 സിലബിളുകൾ ഒരു വരിയിൽ വരുന്നതിനെയാണ് ടെട്രാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെ ആദ്യത്തെ വരി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അയാംബിക് ടെട്രാമീറ്റർ ആണെന്ന് മനസ്സിലാകും. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വി വേഴ്സ് വി വിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ. അപ്പോൾ 8 സിലബിളുകളാണ് ആദ്യത്തെ വരിയിലുള്ളത്. ഒന്നും കൂടെ പറയാം. വി വേഴ്സ് വി വിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ. അപ്പോൾ 8 സിലബിളുകളാണുള്ളത്. അപ്പോൾ ഈ 8 സിലബിളുകൾ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4 പെയറാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ വേർഡ് വി വേഴ്സ് എന്ന് പറയുമ്പോൾ വി വേഴ്സ്, ആ വേഴ്സ് എന്ന് പറയുന്നിടത്താണ് സ്ട്രെസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടുപ്പിച്ച് ഉച്ചരിക്കുന്നത് വി വേഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ സിലബിളാണ് കടുപ്പിച്ച് ഉച്ചരിക്കുന്നത്. ആദ്യത്തെ സിലബിൾ അൺസ്ട്രെസ്ഡ് ആണ്, അതായത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ കടുപ്പിച്ച് പറയുന്നില്ല. രണ്ടാമത്തെ സിലബിളിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, വീണ്ടും അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, ഈ രീതിയിലാണ് ഈ വരിയിലെ താളം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അയാംബിക് ടെട്രാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമൊക്കെ ഇതിൻ്റെ PDF ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.